ഇതാണ് ഞങ്ങളെ വീട്ടിൽ ആദ്യമായി ഉണ്ടാക്കി ആയ ചക്കയാണ്. ആദ്യമായി ഉണ്ടായ ചക്ക, ഫസ്റ്റിലെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണിത് കേട്ടോ. ഈ വർഷം ഉണ്ടായ ആദ്യത്തെ ചക്കയാണല്ലേ. ചക്ക മുറിച്ച് ചെറിയ പീസാക്കി അല്ലേ, ചെറിയ പീസാക്കി വെച്ച് ഇനിയിപ്പോൾ അതൊന്ന് വറുക്കുകയാണ് വേണ്ടത്. ചക്ക വറുക്കാൻ വേണ്ടി ഇത് കത്തിക്കുക, സ്റ്റവ് കത്തിച്ച് ഇനിയിപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി, ഇത്രയെങ്കിലും ഒഴിക്കണ്ട, കുറച്ച് മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടണം. കുറച്ച് ഉപ്പ് ഇട്ടാലേ ഉപ്പിൻ്റെ ഇത് വരുള്ളൂ. അതുകൊണ്ട് ഉപ്പ് ഇടണം. ഉപ്പ് കുറച്ച് മതി കേട്ടോ. ഉപ്പ് എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഒരു ഉപ്പ് എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കുക. ഇപ്പം എല്ലാ സ്ഥലത്തും ആവാൻ ഉപ്പിൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും ആവണം. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നാലാണ് നമുക്ക് ഇതിടേണ്ടത്. ചക്കച്ചള നന്നാക്കി വെച്ചിടണം. ചൂടായില്ല, ശരിക്കും ചൂടാവണം. ഏകദേശം ആയി ഉണ്ടാവും തോന്നുന്നല്ലേ. ഇനി ഇതൊന്നിട്ട് ചക്കച്ചള ഇട്ട് വേണ്ടത്. അങ്ങനെ ഈ നിറം മാറുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചക്കയിലുള്ള ഈ വിളഞ്ഞൊക്കെ പോക്കണം കേട്ടോ. വിളഞ്ഞൊക്കെ പോക്കിയിട്ട് ഇടാൻ പറ്റില്ല. ഇത് രണ്ട് കൈ കൊണ്ട് ഇളക്കുന്നതിനെ ഒരു കൈ കൊണ്ട് ശരിക്കും പാത്രം പിടിക്കണം. എന്നാലേ ശരിക്കും അടിയിൽ പിടിക്കാണ്ട് നിൽക്കണമെങ്കിൽ ഒരു കൈ കൊണ്ട് പാത്രം പിടിക്കണം. ഇത്രയും പിടിക്കാണ്ട് ഇളക്കുന്നതിനെ കൊണ്ട് അങ്ങനെ അടിയിൽ പിടിക്കുന്നത്. ഈ കളറ് മാറി വരണം. ശരിക്കും കളറ് മാറി വന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചക്ക വറുത്തതെന്ന് പറയും. ചക്ക വറുത്തതിന് ടേസ്റ്റ് വരണമെങ്കിൽ ഈ ചക്കയുടെ ഈ കളറ് മാറണം. ഏകദേശം ഒരു മഞ്ഞ നിറം പോലെ ആവണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചക്കേനെ കൊണ്ട് അതുപോലെ പല വിഭവങ്ങളും ഉണ്ടാക്കാം കേട്ടോ. പല തരത്തിലുള്ള വിഭവങ്ങൾ ചക്കേനെ കൊണ്ട് ഉണ്ടാക്കാം. ഇത് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയില്ല. ഇനിയാണെങ്കിൽ ഓഫാക്കാം. ഇനി കണലിൽ കിടന്ന് ഇതിൽ
ആ ചൂടിൽ കിടന്ന് കുറേ വെന്തോളും. ചക്ക ഏകദേശം മൂപ്പായ ചക്കയാണ്. ഇത് നാളെ മറ്റന്നാളാകുമ്പോഴേക്ക് പഴുത്ത് വരുന്ന നല്ല മധുരം ഉണ്ടാവും. നാളെ മറ്റന്നാൾ 2 ദിവസം വെച്ചാൽ മുറിച്ച് വെക്കുമ്പോഴാണ് ശരിക്കും ചക്ക പഴുക്കുക. ചക്ക അങ്ങനെ തന്നെ വെക്കുമ്പോൾ ശരിക്കും പഴുക്കൂല. ചക്ക മുറിച്ചിട്ട് അടച്ച് വെക്കുക, എന്നാൽ ശരിക്കും പഴുത്തോളൂ. പിന്നെ നല്ല മധുരം ഉണ്ടാവും. കണ്ടില്ലേ, അങ്ങനെ കളർ വ്യത്യാസം വന്ന കണ്ടില്ലേ, നിറവ്യത്യാസം വന്ന കണ്ടില്ലേ, അതാ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിറവ്യത്യാസം വന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുക. ഞാനത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. കുറേ ആണെങ്കിലും നല്ല കുറച്ചാണ് നല്ലത്. കുറേശ്ശെ ഉണ്ടാക്കാൻ ഓരോരോ നേരത്തേക്ക് കണക്കാക്കി ഉണ്ടാക്കാൻ നല്ലത്. ഉച്ചയ്ക്ക് കുറച്ച് വറുക്കുക, വൈകുന്നേരം കുറച്ച് വറുക്കുക, അങ്ങനെ വറുക്കുന്നതാണ് നല്ലത്. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചൂടോടെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചക്ക വറുത്ത കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനേക്കാൾ നമ്മൾ തന്നെ ചക്ക വറുക്കുന്നതാണ് നമ്മൾ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ ടേസ്റ്റ് കിട്ടില്ല. ഇവിടെ കളർ വ്യത്യാസം വന്നല്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചക്ക എടുത്ത് കഴിച്ച് നോക്കിയാൽ കളറ് മാറിയ ചക്ക അല്ലേ, കളറ് മാറിയ ചക്ക. ഇതുപോലെ ശരിക്കും ആയില്ല, ഒന്നുകൂടി വറക്കണം, ഒന്നുകൂടി വറവാവണതാ. മോശമല്ല, നല്ല അത് ഒന്നുകൂടി ആവാണ്ട്. ഇത് കട്ടി പോലെ ആവണം, ഒന്നുകൂടി വേണം. ആ ടേസ്റ്റ് ഉണ്ട്. വറുത്തതൊന്ന് നോക്കാം അല്ലേ, വറുത്തതിൻ്റെ ഇതായതൊന്ന് നോക്കാം. അപ്പോഴൊക്കെ പാകാം, പൂവെല്ലാം പാകമാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ചക്ക വറുക്കുന്നത്.